ഹായ്, നമുക്ക് അടുത്തതായിട്ടൊരു പ്രോബ്ലം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇക്വേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രോബ്ലം. സോ ചോദ്യം ഇതാണ്: 2 ohm 3 ohm 6 ohm എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. 2 ohm 3 ohm 6 ohm എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വാല്യൂ ആയിട്ടുള്ള 2ഉം 3ഉം 6ഉം വേറെ വേറെ വാല്യൂ ആണ്. ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ടുള്ള 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫൈൻഡ് ദ മാക്സിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം റെസിസ്റ്റൻസ് എത്ര, പരമാവധി സഫല പ്രതിരോധം എത്ര, അതുപോലെ എന്താണ് ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫൈൻഡ് ദ മിനിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് മൂന്നും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ സഫല പ്രതിരോധം എത്ര. ഇത് രണ്ടുമാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഓക്കെ, പക്ഷേ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? സീരീസ് ആകുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത്, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത്, ഇങ്ങനെയാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റെസിസ്റ്റേഴ്സുകൾ തന്നിട്ട് ആ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ മാക്സിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ്. അതായത് ഒരു റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റെസിസ്റ്റേഴ്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസുകൾ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാക്സിമം കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ ദ സീരീസ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? മാക്സിമം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. മാക്സിമം കിട്ടണമെങ്കിൽ സീരീസ് ശ്രേണിയാണ്. എന്റെ മലയാളം മേടക്കാരൻ ശ്രദ്ധിക്കുക, ശ്രേണി എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് ഇത് സീരീസ്. ശ്രേണിയുടെ ഇംഗ്ലീഷാണ് ഇത് സീരീസ്. അപ്പൊ എന്താ? മാക്സിമം സീരീസ് അല്ലെ, മാക്സിമം സീരീസ് ആ രൂപത്തിൽ ഓർത്താൽ മതി. മാക്സിമം കിട്ടണമെങ്കിൽ ഏതാണ്? സീരീസിലാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മാക്സിമം കിട്ടണം. അപ്പൊ 3 നമ്മുടെ കയ്യിലുള്ളത്. R is equal to R1 plus R2 plus R3 2 plus 3 plus 6 is equal to 11. അതിനർത്ഥം തരങ്ങള് ഈ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മാക്സിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ohm. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വാല്യൂം കൂടെ കിട്ടൂല. ഇത് 3 കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 11 ohm. അടുത്തത് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ മിനിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് 3 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ സഫല പ്രതിരോധം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മാക്സിമത്തിന് സീരീസ് ആണെങ്കിൽ എങ്ങനെ മാക്സിമത്തിന് സീരീസ് ആണെങ്കിൽ, എന്റെ മലയാളം മേടക്കാര് ശ്രേണി എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് സീരീസ്. അപ്പൊ എന്താണ്? മാക്സിമത്തിന് സീരീസ് ആണെങ്കിൽ മിനിമത്തിന് ഏതേക്കാരം പാരലൽ ആണ്. ഓക്കെ, അപ്പൊ സഫല പ്രതിരോധം ഏറ്റവും കുറവ് കിട്ടണമെങ്കിൽ അവ ഏതിൽ കണക്ട് ചെയ്യണം? പാരലൽ അല്ലെങ്കിൽ ഏതിലാണ്? സമാന്തരത്തിൽ കണക്ട് ചെയ്യണം. സോ നമുക്ക് നോക്കാം. അതിന്റെ ഇക്വേഷൻ ഓൾറെഡി 3 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ്? R is equal to R1 into R2 into R3 by R2 into R3 plus R1 into R3 plus R1 into R2. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാ നിങ്ങളുടെ കാത്തു. ഈ ഒരു മോഡലിൽ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. R1ന്റെ താഴെ ആരെഴുതണ്ട? R1 എഴുതണ്ട, ബാക്കിയുള്ളത് രണ്ടും എഴുതാം. R2 into R3. അടുത്ത എന്താ? R2ന്റെ താഴെ ആരെഴുതണ്ട? R2 എഴുതണ്ട, ബാക്കിയുള്ളത് എഴുതുക. R1 into R3 പ്ലസ് അടുത്ത R3ന്റെ താഴെ ആരെഴുതണ്ട? R3 എഴുതണ്ട, ബാക്കിയുള്ളത് R1 into R2. ജസ്റ്റ് ഇനഫ്. സോ ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ? 2 into 3 into 6 ഓൾറെഡി അറിയാം. അടുത്തെന്താ? 2ന്റെ താഴെ 2 എഴുതണ്ട, ബാക്കിയുള്ളത് രണ്ടും എഴുതി. 3 into 6 പ്ലസ് ഇനിയോ 3ന്റെ താഴെ ആരെഴുതണ്ട? അതായത് രണ്ടാമത് 3 ആണല്ലോ. 3ന്റെ താഴെ ആരെഴുതണ്ട? 3 വേണ്ട. 2 into 6 പ്ലസ് 6ന്റെ താഴെ ആരെഴുതണ്ട? 6 വേണ്ട, ബാക്കിയുള്ളത് 2 into 3. സിമ്പിൾ ആണ്. സോ 36. സോ ആൻസർ 36/36 1 ohm. അതിനർത്ഥം എന്താ? ഇതുകൊണ്ട് ഈ 3 റെസിസ്റ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം കിട്ടുന്ന എത്രയാണ്? 1 ohm. അതിന്റെ താഴത്തേക്ക് ഇനി കിട്ടൂല. 11 ohmന്റെ മുകൾക്കും കിട്ടൂല, 1 ohmന്റെ താഴത്തേക്കും കിട്ടൂല. അതാണ് പോയിന്റ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും.